ശബരിമലയിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഈ മണിക്കൂറിലും വരികയാണ്. ദ്വാരപാലക പാളി താൻ സ്വർണം പൂശാൻ കൊണ്ടുപോകാമെന്ന് ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി ബോർഡിനെ അറിയിച്ചു എന്നതാണ് പുതിയൊരു വിവരം വരുന്നത്. ഉദ്യോഗസ്ഥരെ കൂടി അയക്കാമെന്ന് ബോർഡ് നേതൃത്വം പറഞ്ഞപ്പോൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉദ്യോഗസ്ഥരുടെ ചെലവ് വഹിക്കാൻ കഴിയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ നിരുത്സാഹപ്പെടുത്തൽ. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പ്രശാന്ത് പങ്കുവച്ചിരുന്നതാണ്. മുൻ തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെ വെളിപ്പെടുത്തലുകൾ വന്നതാണ്. അതിന് പിന്നാലെ ഈ പാളി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയും? രതീഷ്, ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ ബോർഡ് തീരുമാനിക്കുന്നു. അങ്ങനെ ബോർഡ് തീരുമാനിക്കുന്ന അവസരത്തിൽ ഇതിന്റെ ആരെ ഇത് ഏൽപ്പിക്കണം എന്ന ആലോചന ബോർഡ് തലത്തിൽ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുൻപ് സ്വർണം പൂശിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഓറ്റിയോടിക്കാര്യങ്ങൾ അവർ ഗ്യാരണ്ടി നൽകിയതാണല്ലോ. അപ്പോൾ അവരെ സമീപിക്കാമെന്ന് ആലോചിക്കുന്നു. അതിൻ്റെ നടപടിയിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്, ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി ഞാൻ തന്നെ കൊണ്ടുപോകാം എന്ന് ബോർഡിനെ അറിയിക്കുകയാണ്. അപ്പോൾ അതിന് അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് 2019 ഇങ്ങനെയാണ് അന്നത്തെ ബോർഡ് നേതൃത്വം ചെയ്തത്. ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അയച്ച് തൻ്റെ കയ്യിൽ തന്നു വിടുകയാണ് ചെയ്തത് എന്നത് ന്യായമായി പറയുകയും ചെയ്തു. പക്ഷേ അതിന് ഇപ്പോഴത്തെ ബോർഡ് നേതൃത്വം വഴങ്ങിയില്ല. മാത്രമല്ല, ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേൽപ്പിക്കാതെ സ്വന്തം നിലയിൽ ബോർഡിൻ്റെ കയ്യിലുള്ള സ്വർണം ഉപയോഗിച്ച് തന്നെ അവിടെ സ്വർണം പൂശൽ നടപ്പാക്കിയാൽ മതിയോ എന്ന തരത്തിലുള്ള ആലോചനയും എക്സിക്യൂട്ടീവ് ഓഫീസർ തലത്തിലെല്ലാം നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് ഗ്യാരണ്ടി 40 വർഷത്തെ നൽകിയിരുന്നുകൊണ്ടാകാം ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴും ഇത് താൻ തനിയെ കൊണ്ടുപോകാം, താൻ ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോഴും ബോർഡ് അതിന് വഴങ്ങിയില്ല, ബോർഡ് നേതൃത്വം വഴങ്ങിയില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനിപ്പോൾ കാരണമായി പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥരെ കൂടെ അയക്കാം എന്ന് ബോർഡ് നേതൃത്വം പറഞ്ഞപ്പോഴും, ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത് എനിക്ക് ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം ചെലവ്, അവരുടെ അക്കോമഡേഷൻ, ഫുഡ് അടക്കമുള്ള ചെലവുകൾ വഹിക്കേണ്ടി വരും, അത് വലിയ ബാധ്യതയാകും എന്ന കാരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അതെല്ലാം തന്നെ ബോർഡ് തന്നെ വഹിച്ചോളാം, പക്ഷേ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ മാത്രമേ ഇത് അയക്കാൻ സാധിക്കൂ എന്ന നിലപാടെടുത്താണ് ഒടുവിൽ ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2019 ചെയ്തതുപോലെ ഈ ദ്വാരപാലക ശില്പം അയച്ച് കൊടുത്തുവിടാതിരിക്കാൻ ഇടയായ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഇത്തവണയും 2019 ചെയ്ത പോലെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ വലിയ നിയമലംഘനം എന്നതിന് മാത്രമല്ല കോടതിയിൽ കൂടുതൽ ഉത്തരം പറയേണ്ടി വരുമായിരുന്നു ബോർഡ് നേതൃത്വം. എന്തായാലും ഉണ്ടായില്ല എന്നത് മാത്രം നമുക്ക് ആശ്വസിക്കാം.